ഞാൻ തൊലത്തിലുള്ള കസ്റ്റമർ കാവന്നൂർ. ഇന്ന് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് 500 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു റിവ്യൂ ആണ് കേട്ടോ. കറക്റ്റ് 649 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മീറ്റർ മാറ്റി നടന്നാണ് കറക്റ്റായിട്ട് പറയുന്നത്. അത് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടിയാണ്, ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയായിരുന്നു. ക്രാങ്ക് വെയിറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ വണ്ടി വന്ന സമയത്ത് ഒരു 40 km/h മാത്രമേ ടോപ്പ് ഗിയറിൽ പോവുമായിരുന്നുള്ളൂ. എനിക്ക് ഹെൽമറ്റ് ഷോപ്പ് ക്ലോസ് ചെയ്ത സമയത്താണ് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റിയില്ല, എപ്പോഴാണ് ടൈം കിട്ടിയത്, അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ഒരു 500 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ലേ, ഇത് വണ്ടി നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, റീസ്റ്റോറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോൾ മാത്രമേ എൻജിൻ ഫ്രീ ആയിട്ട് വരുള്ളൂ. പിന്നെ തുടക്കത്തിൽ ഈ ഒരു 40 km/h ആയിരുന്നു വണ്ടി പോയിരുന്നത്, 40. പിന്നെ ഇത് ഫസ്റ്റ് സർവീസാണ് വണ്ടിയുടെ. ഇപ്പം നമുക്കിത് എത്ര കിലോമീറ്റർ സ്പീഡിൽ ടോപ്പ് ഗിയറിൽ പോകും നോക്കാം കേട്ടോ. ഇത് 10.3 ആണ് നമ്മളിതിൽ ക്രാങ്ക് വെയിറ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടാണ് ആഗ്രഹിക്കുന്നത്, ജസ്റ്റ് ഇതിൻ്റെ ഒരു ടോർക്ക് കാണിച്ചു തരാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. സി എഞ്ചിനാണ് വണ്ടി തോന്നുന്നു. എനിക്ക് 85-86 ആ ഒരു ഇയറാണെന്ന് തോന്നുന്നുണ്ടോ, മോഡൽ എനിക്ക് കറക്റ്റ് അറിയില്ല. അയ്യോ സോറി. പെട്ടെന്ന് ഏതൊരു വണ്ടി റീസ്റ്റോറേഷൻ ചെയ്തെടുക്കുന്ന സമയത്തും തുടക്കത്തിൽ വണ്ടിക്ക് ആ ടോർക്കൊന്നും കിട്ടില്ല കേട്ടോ. വണ്ടി ഒന്ന് ഫ്രീ ആകുന്നത് വരെ കുറച്ച് ടൈറ്റ് ആയിരിക്കും, അതേമാതിരി കിക്കിങ് കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം ആ ഒരു സെറ്റിങ്ങിലായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഓടി. റോയൽ എൻഫീൽഡ് സംബന്ധിച്ചിടത്തോളം 25,000 കിലോമീറ്റർ ആയിരുന്നു തുടക്കത്തിൽ. പഴയ കാലങ്ങളിലൊക്കെ എൻജിൻ സെറ്റാവാനുള്ള ടൈപ്പ് പറഞ്ഞിരുന്നത്. 26 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രം നമുക്ക് എൻജിൻ്റെ കറക്റ്റ് ഫ്ലോ കിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു കമ്പനി പറഞ്ഞിരുന്നത്. അതൊരു തുടക്കത്തിൽ പല വണ്ടി ആളുകൾ 2009-10 കാലഘട്ടം വണ്ടി എടുത്ത ആളുകളൊക്കെ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്ന് ഒഴിവാക്കി ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ ഈ തുടക്കത്തിലുള്ള സമയത്ത് ബ്രേക്കിംഗ് സമയത്ത് വണ്ടി അത് സ്മൂത്തായിട്ട് റൺ ചെയ്യില്ല എന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു. അപ്പം ആ വണ്ടി പിന്നെ കിലോമീറ്റർ ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്താണ് വണ്ടി സ്മൂത്തായിട്ട് ഒഴുകാൻ തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ ഏത് പുതിയ വണ്ടി എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത വണ്ടിക്ക് ഉണ്ടാവുക. കിട്ടില്ല എന്നല്ല, പൂർണ്ണമായിട്ട് നമുക്ക് ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിലോമീറ്റർ ഓടിയാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10, 2000, 1000, 2,000 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി എൻജിൻ ഫ്രീ ആവും. അത് നോർമലി ഫ്രീ ആവും. പിന്നെ അത് ഓടുന്നതിനനുസരിച്ച് ഫ്രീ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ റോയൽ എൻഫീൽഡിന് വരുന്ന സി എൻജിന് തന്നെയാണ് സംഭവിക്കുന്നത്. കിലോമീറ്റർ 50, 40, 60 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി റോഡ് കിടന്ന് ഒഴുകി കണക്കുമാണ്. സർവീസ് ക്ലിയർ ആണ് കേട്ടോ. പക്ക സർവീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ തന്നെ ആ ഫ്ലോ കിട്ടുള്ളൂ. ചെയിൻ സ്പോക്കറ്റ് ഓക്കെ ആവണം, വീൽ ബെയറിംഗ് ഓക്കെ ആവണം, സ്പോക്കറ്റ് ബെയറിംഗ് ഓക്കെ ആവണം. എല്ലാം ഓക്കെ ആയാലും വണ്ടിക്ക് ഫ്ലോ കിട്ടുള്ളൂ. ഇതിപ്പോൾ നോക്കുക, ഒരു സി എഞ്ചിൻ്റെ അതേ പെർഫോമൻസാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. പെർഫോമൻസാണ് പറയുന്നത് കേട്ടോ, അത് പിക്കപ്പാണ് പറയുന്നത്. സോറി, സി എഞ്ചിൻ അല്ല, യു സി എഞ്ചിൻ്റെ. പിന്നെ സി എഞ്ചിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ലോ എൻഡ് ടോർക്കാണ്. ആ ടോർക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്.
ഞാൻ റോട്ടിൽ കിടന്ന് ലൈവായിട്ട് പറയുകയും ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു ലാഗൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. തുടക്കത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും, അതായത് ഞാൻ പറയുന്നത് വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എൻജിൻ്റെ ആ ഒരു സ്മൂത്ത് കിട്ടാത്തതുകൊണ്ട് സുഖമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പൂർണ്ണമായിട്ട് CNGൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ കുറച്ചുകൂടെ ഓടിക്കഴിയുമ്പോൾ ഈ ഫ്രീ ആകുന്ന സമയത്ത് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഈ വണ്ടി ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. 600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എങ്കിലും കൂടെ ആ ഒരു ഫ്ലോയിലേക്ക് വണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് ലോ ആൻഡ് ടോർക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. കാരണം അതിൽ തൊട്ട് മുന്നിൽ 40 കിലോമീറ്റർ ഇപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 40 കിലോമീറ്റർ പെർ അവറിൽ ഓടിയിട്ടുണ്ടായിരുന്നു ടോപ്പ് ഗിയറിൽ. കുറച്ച് ഇറക്കമാണ്. ഈ റോഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സ്ലോ ഡൗൺ ചെയ്യാണ് കേട്ടോ. നമുക്കത് സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അപ്പ് ചെയ്ത് പോകാം. ഞാൻ നിയർ 20ൻ്റെ അടുത്തേക്കാണ് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കട്ടോ. ഇപ്പോൾ ഈ വണ്ടി പോകുന്നത് 30 കിലോമീറ്റർ പെർ അവറിലാണ്. ഓക്കെ, ഞാൻ ഇതിന് ഗ്രാജുവലി സ്പീഡ് എടുക്കുകയാണ്. നോക്കുക, സ്ലോ ഡൗൺ ചെയ്തു. കിലോമീറ്റർ പെർ 30 ഇപ്പം 30 നോക്കിയാൽ മതി. കുറച്ചുകൂടെ കൂടുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് പുറപ്പേര് 30ൻ്റെ ബിലോ എന്നൊന്നും പറഞ്ഞ് കഴിഞ്ഞാൽ കള്ളായി പോകും. അതുകൊണ്ട് ഇപ്പോൾ 30 ആണ് ഇപ്പോൾ വണ്ടി പിന്നെ ഓടുന്നത്. ഇപ്പോൾ നിലവിൽ ഓടുന്നത് ലോ സ്പീഡിൽ ഓടുന്നത്. ഇതിൻ്റെ ടോർക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ശരിക്കും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൈയൊക്കെ വിട്ടിട്ട് സുഖമായിട്ട് ചെറിയ ആക്സിലേഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയൊരു വണ്ടി. ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും ഒരു ടോർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ ടോർക്ക് എന്ന് ചില ആൾക്കാർ മനസ്സിലാവുന്ന ടോർക്ക് പറഞ്ഞാൽ അടിക്കടി ഗിയർ ചേഞ്ചിങ് ആവശ്യം വരില്ല. ടോപ്പ് ഗിയറിൽ ഏറ്റവും ലോ സ്പീഡിൽ പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ടോർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ മെക്കാനിക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും എന്താണ് ടോർക്ക് എന്നുള്ളത്. ഗിയർ അടിക്കടി മാറേണ്ടി വരില്ല എന്നുള്ളതാണ് ടോപ്പ് ഗിയറിൻ്റെ. ടോപ്പ് ഗിയറിൽ ഗിയർ ഏറ്റവും ലോ സ്പീഡിൽ പോകാൻ പറ്റും. അതിൽ നിന്ന് സ്പീഡ് എടുക്കാനും പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഗിയർ ചേഞ്ച് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യാതാണ് ഇപ്പോൾ സ്പീഡ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് വണ്ടി ടോപ്പിൽ ഗിയർ ഇതുവരെ ഗിയർ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. സ്ലോ ആണെങ്കിലും അപ്പാണെങ്കിലും ഒന്നും ഗിയർ ചേഞ്ച് ചെയ്തിട്ടില്ല. അതിൽ നിന്നാണ് ഇപ്പം ഞാൻ ഗിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വണ്ടി തിരിക്കാൻ പോവാണ്. എക്സോസ്റ്റ് നോട്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ശരിക്കും CNGൻ്റെ ആ ഒരു ആസ്വാദനം വല്ലാത്ത വേറൊരു ആസ്വാദനം തന്നെയാണ് കേട്ടോ. അവർ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറൊരു ഫീൽ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു, എല്ലാം പക്കായ മാത്രം നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ കേട്ടോ. എല്ലാ CNGനും അതിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറയരുത്. CNGൻ്റെ വണ്ടിയിൽ എല്ലാ വണ്ടിയും എല്ലാ രീതിയിലും വീലിൻ്റെ ഡ്രോയിങ് വരെ കറക്റ്റായി മാത്രം റോഡുമ്പോൾ ക്ലിയറായിട്ട് ഓടിച്ച് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭാഗവും ക്ലിയർ ആവണം. എഞ്ചിൻ മാത്രം ക്ലിയർ ആയിരുന്ന വണ്ടിക്ക് നമുക്ക് ആ സ്മൂത്ത്നെസ്സും ആ ഒരു ടോർക്കും കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന വണ്ടീൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ UC ആണെങ്കിലും CE ആണെങ്കിലും ഒക്കെ അഡ്വാൻറ്റേജ് എടുക്കുക. വണ്ടീൻ്റെ ഓടിയിട്ടുള്ള സെറ്റിങ് വേറെ തന്നെയാണ്. വണ്ടി എൻജിൻ ഓടിയിട്ട് സെറ്റാകുമ്പോൾ വേറെ സുഖം കിട്ടും. അതോടുകൂടെ വണ്ടി റീസ്റ്റോറിങ് കൂടെ ആകുന്ന സമയത്ത് പുത്തൻ വണ്ടീൻ്റെ ഫീലിംഗ് കിട്ടി. രണ്ട് ഫീലും ഒന്നിച്ച് അനുഭവിക്കാൻ കഴിയുക റീസ്റ്റോർ ചെയ്ത വണ്ടിയിൽ മാത്രമേ കിട്ടുള്ളൂ. പുത്തൻ വണ്ടീൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ബ്രേക്കിംഗ് ടൈം ഉണ്ടാവും. അതിൻ്റെ എല്ലാ കാര്യങ്ങളായി വരാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് സമയം എടുത്തോളം ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് UC വണ്ടിയിലൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു 50,000-60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഓടിക്കുന്ന സുഖം കിട്ടുന്നതോട് കൂടെ ആ പുത്തൻ വണ്ടി ഇറക്കുന്ന അതേ ഫീലും അത് കിട്ടുന്നുള്ളതാണ്. രണ്ട് ഒന്നിച്ച് കിട്ടണമെങ്കിൽ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.